സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ധ്യാന യാത്ര 38ാമത്തെ ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തുടങ്ങും മുതൽ ഈ സമയം വരെ ഈ 37 ദിവസവും ദൈവസന്നിധിയിലേക്ക് എപ്രകാരമാണ് നാം എത്തേണ്ടത്, നമ്മുടെ സഹോദരനെ എത്തിക്കേണ്ടത് എന്നുള്ള ചിന്തകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അതിന് പ്രവർത്തിക്കാൻ നാം സജ്ജരായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇന്ന് നമ്മോട് ഈശോ പറയുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 7 മുതൽ 15 വരെ തിരുവചനങ്ങളാണ്. ക്ലേശങ്ങളുടെ ആരംഭം. അവർ ചോദിച്ചു, ഗുരു, ഇതെപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയമടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. സ്ഥലങ്ങളിലും ഭൂകമ്പവും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്ലേശങ്ങളെക്കുറിച്ചാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. ക്ലേശങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന്, ആരും അതിൽ നിന്ന് മുക്തരാവുകയില്ല എന്ന് കർത്താവ് അടിയറവിട്ട് നമ്മോട് പറയുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, അതുകൊണ്ട് കർത്താവ് എന്നോട് കാരുണ്യം കാണിക്കും. എനിക്ക് ഈ ലോകത്തിലുള്ള ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ പ്രയാസങ്ങളോ ഒന്നും സംഭവിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. ഇതെന്തിനു വേണ്ടിയാണ് ഈ ക്ലേശങ്ങൾ കർത്താവ് തരുന്നത്? സ്വർണം ശുദ്ധീകരിക്കാൻ നമുക്കറിയാം, അത് തീയിലിട്ടാണ് ശുദ്ധീകരിക്കുന്നത്, ഉലയിലിട്ട് ശുദ്ധീകരിക്കുന്നു. ആ അഴുക്ക് മുഴുവനും പോയി കഴിയുമ്പോഴാണ് അത് 100% ശുദ്ധമായ സ്വർണമായി തീരുന്നത്. നമ്മളെല്ലാവരും പരമപരിശുദ്ധരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കർത്താവ് പിതാവായ ദൈവം നമ്മോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അങ്ങനെ ആകാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകാൻ ശ്രമിക്കണമെന്ന് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെപ്രകാരമാണത് നാം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക? നാം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് കർത്താവിൻ്റെ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവിടുന്ന് അനുശാസിച്ചിട്ടുള്ള വിധത്തിൽ എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എല്ലാവരെയും
ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്വർഗത്തിന് യോഗ്യരാകത്തക്ക വിധത്തിൽ അവരെ നയിക്കുമ്പോഴാണ്. അങ്ങനെ നയിക്കുന്നവർക്ക് തീർച്ചയായും ഈ ലോകത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകണം. കർത്താവ് അതാണ് പറഞ്ഞത്, ഉണ്ടാകണം. കാരണം യു ആർ ടു ബി പെർഫെക്റ്റഡ്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. അപ്പം അതിന് ചില ഈ പ്രക്രിയകൾ നടന്നേ മതിയാവൂ. ചില കട്ടിങ്ങും ചില ഷേവിങ്ങും എല്ലാം ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രൂണിങ്, ഇതെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകം അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. എവിടെ നോക്കിയാലും യുദ്ധഭീതി. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ യുദ്ധഭീതി, അവിടെ ചിലയിടത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യുക്രൈനിലാണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഭീതിയിലാണ്. ഈവൻ നമ്മുടെ ഇന്ത്യ പോലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, യെസ്, ഏതാണ്ട് പണി കഴിയാറായി. അതല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ രാജ്യം വരാനുള്ള സമയമായി എന്ന് നമ്മോട് ഈ സിംറ്റംസ് എല്ലാം പറഞ്ഞു തരികയാണ്. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഈ ലോകം അവസാനിക്കാനുള്ളതല്ല. ഈ ലോകം എന്ന് വെച്ചാൽ എൻ്റെ ലോകം അവസാനിക്കാറായി, എനിക്കിനി സമയം വളരെ കുറവേ ഉള്ളൂ എന്ന് എന്നെ പ്രബോധിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും ഈ യുദ്ധവേദികളും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കത്തോലിക്ക സഭ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിമർശനങ്ങളും ഇതെല്ലാം നമ്മൾ കാണുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മുടെ സഭാവിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടെ? ഇതെന്താണ് നമ്മളോട് പറയുന്നത്? ഇത് നമ്മളോട് പറയുന്നത് കർത്താവ് നിന്റെ സമീപത്ത് എത്തിയിരിക്കുന്നതാണ്. പക്ഷേ നമ്മളെ ഈ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ എങ്ങനെ കൊണ്ടുപോകും? നമ്മളെ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും ഒരുപക്ഷെ നമ്മളെ നിഹനിക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നിരിക്കും. സത്യം വിളിച്ച് പറയുന്ന ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും അത് സമൂഹത്തിന് പഥ്യമാവില്ല. അപ്പോഴെല്ലാം എതിരായി വരും, നമ്മളെ കൊണ്ടുപോകും. എവിടേക്ക്? കാരാഗ്രഹത്തിൽ, മറ്റെവിടെയെങ്കിലുമൊക്കെ. ആ സമയത്ത് നിങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ആലോചിച്ച് പ്രയാസപ്പെടേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം എല്ലാം അറിയുന്നവൻ ഇന്നലെയും ഇന്നും നാളെയും അവൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ഇന്നലെയും ഇന്നും നാളെയും, എവറിത്തിങ് ഈസ് റണ്ണിങ് ഓൺ ഇൻ ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവനറിയാം നാളെ എൻ്റെ ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും എന്ത് പറയണം, എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് ആകുലചിത്തരാകേണ്ട. കാരണം എല്ലാം അറിയുന്ന ദൈവം അവൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് നിവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പീഡകളെല്ലാം ഏറ്റ സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന്. പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനായ ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. പുത്രനായ ദൈവം എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? പുത്രനായ ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്ക് വേണ്ടി വാദിക്കാൻ. നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ കോടതികളിൽ ജഡ്ജി അവിടെ ആസനസ്ഥനായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണ്? വക്കീലാണ്. വക്കീൽ ഇരുന്നിട്ടല്ല വാദിക്കുക, വക്കീൽ നിന്നിട്ടാണ് വാദിക്കുക. ഇതാ എൻ്റെ കർത്താവായ ഈശോ എനിക്ക് വേണ്ടി വാദിക്കാൻ പിതാവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തെഫാനോസ് കാണുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്തെഫാനോസ് കണ്ടത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്.
അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ സംസാരിക്കുമെന്നാണ് യേശു പറഞ്ഞത്. നീ ആ സമയത്ത് ആകുലചിത്തനാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ പിതാവിൻ്റെ ആത്മാവാണ് നിന്നിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഭയവും നിനക്ക് വേണ്ട എന്ന്. അതാണ് നമ്മൾ ഈ വചനത്തിൽ വായിച്ചത്. നീ ഭയപ്പെടേണ്ട, എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ വചനമാണ്. കർത്താവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ക്ലേശങ്ങൾ ഉണ്ടാകും, അത് ഉണ്ടായേ മതിയാവൂ. അപ്പൊ ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ അന്ത്യമായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമായിട്ടല്ല. പക്ഷേ ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ. അത് മറ്റുള്ളത് ചില നമ്മോട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ വചനം നമ്മളോട് പറഞ്ഞത്. നമ്മൾ ജാഗരൂകരായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും. ഭയപ്പെടേണ്ട, അതിനെ അതിജീവിക്കാൻ തക്ക കരുത്തും നിങ്ങൾക്ക് ഞാൻ നൽകും എന്ന് കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അങ്ങിലേക്ക് ഞങ്ങൾ ആത്മാക്കളെ അടുപ്പിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തരും യോഗ്യരുമാക്കിയ എൻ്റെ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരുണാമയനായ കർത്താവെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിയട്ടെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ മേലങ്കിയാൽ പൊതിഞ്ഞ് തിരുസദൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ.